ഹലോ ഗീസ്, ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് അത്താണ്. അപ്പോൾ ഒരു ഓണക്കാലം കൂടെ വരവായാലേ, അത്തം തൊട്ട് 10 ദിവസം വരെ നമ്മൾ പൂവൊക്കെ പറിച്ച് വീടിന് മുമ്പിൽ പൂവിടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക്കായ കാര്യങ്ങളല്ലേ. ഇന്നത്തെ തലമുറയ്ക്ക് എത്രത്തോളം അത് അറിയുന്നുണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്തൊക്കെ വീട്ടിൽ ടയർ കൊണ്ടുള്ള മറ്റേ തറയൊക്കെ വെച്ച് അതിൽ ചാണകമൊക്കെ മെഴുകി പൂവിടും. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറിച്ചു കൊണ്ടുവരുന്ന പൂവിടുന്നതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക്കായിട്ട് ഫീൽ ചെയ്യാണ്. ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഓണമാണ്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മോൻ ജനിച്ചിട്ട് അവൻ്റെ കൂടെയുള്ള അവൻ്റെ ആദ്യത്തെ ഓണമാണ്. അവൻ്റെ കൂടെയുള്ള ഒരമ്മയായതിനു ശേഷം എൻ്റെ ആദ്യത്തെ ഓണം കൂടിയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെയും എൻ്റെ ആദ്യത്തെ ഓണമാണ്. ഇൻ ദ സെൻസ്, കഴിഞ്ഞ ഓണത്തിന് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലായിരുന്നു. 8th മന്തൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ പൂവിടാനൊന്നും പറ്റിയിട്ടില്ല. ഈ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ പൂവിട്ടിട്ട് ഓണമൊക്കെ ആ ഒരു വൈബിൽ ഇങ്ങനെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീച്ച് കിച്ചണിൻ്റെ കുറച്ച് പരിപാടീസൊക്കെ ചെയ്ത് നേരെ പൂവിടൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനും എൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു അമ്മ എന്നറിയാൻ വേണ്ടി ഇന്ന് നേരത്തെ എണീച്ച് എനിക്ക് കമ്പനി ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നൊസ്റ്റാൾജിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഞാനും ചേച്ചിയും അമ്മയും മാത്രമല്ല നോക്കിയത്. ഞാനും ചേച്ചിയും മത്സരമായിരിക്കും, ഇന്ന് ഞാൻ പൂവിട്ട നാളെ ഈ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇപ്പോഴത്തെ അങ്ങനെ എന്തൊക്കെയോ പണ്ടൊക്കെ ഡിസൈന് വെച്ച് നോക്കി നാളെ എന്തിടുന്നുള്ള പ്ലാനിങ്ങിലാണ് തലേ ദിവസം കിടക്കുന്നുണ്ടാവുക. ഇപ്പം അങ്ങനെയൊന്നുമല്ല. എനിവേ, ഇതാണ് എൻ്റെ പൂക്കളം, എങ്ങനെയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മോനും എൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു അമ്മ എന്നറിയാൻ വേണ്ടി സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ നമുക്കിന്ന് ലഞ്ചിന് പയറുപ്പേരിയായിരുന്നു. രാവിലെ വെള്ളപ്പവും സ്റ്റൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നേരെ ഞാൻ കിച്ചണൊക്കെ നീറ്റാക്കി. ചോറും കറിയൊക്കെ പിന്നെ ഓൾറെഡി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടീസൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നീറ്റാക്കി ഞാൻ നേരെ സ്കൂളിൽ പോകാനുള്ള സമയം ആയി. സ്കൂളിൽ പോകാൻ നോക്കുകയാണ്. 8 മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയും കഴിയാറുണ്ട്. ദിവസം ട്യൂഷൻ ഉണ്ടാകുമ്പോഴൊക്കെ പൊതുവേ എല്ലാ ദിവസങ്ങളിലും നേരത്തെ പണി കഴിയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടെ ടൈം കിട്ടിയപ്പോൾ അവനെയും കൂടെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി. ഭക്ഷണമൊക്കെ പിന്നെ അമ്മ കൊടുത്തോളും. അപ്പോൾ അവനെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ നേരെ സ്കൂളിലേക്ക് പോവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.